പൂക്കുളത്തേൽ അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സുള്ളിയയിൽ നഴ്സറിയുടെ ആ സ്ഥലത്ത് വാഴക്കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്രവൃത്തികളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ സ്ഥലം എടുത്ത് ഇത് 5 വർഷത്തേക്ക് എടുത്ത സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഹിറ്റാച്ച് വെച്ച് കംപ്ലീറ്റ് ഉഴുതു മറിച്ച് എല്ലാം ലെവലാക്കി ഇട്ടു. കട്ടയെല്ലാം ഉടച്ച് കുഴിയെല്ലാം നികത്തി നല്ല ലെവലാക്കി ഇട്ടു, ഒരു 2 അടി താഴ്ചയിൽ. അതിനുശേഷം നമ്മൾ വെച്ചാൽ 10 അടി അകലത്തിൽ ലൈനടിച്ച് അതിനകത്ത് കുഴിയെടുത്ത് ആ കുഴിയിൽ നമ്മൾ കുമ്മായം ഒരു അരക്കില വെച്ച് ഇട്ട് കൊടുത്തു. ആ കുമ്മായം ഇട്ട് ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ നല്ല വാഴക്കന്ന്, അത് നമ്മൾ തന്നെ മേട്ടുപ്പാളയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നാണ്, അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 300ഓളം വാഴക്കന്നുകൾ ഇവിടെ നട്ടു. നേന്ത്രവാഴയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പം നേന്ത്രവാഴ നട്ട് അപ്പം 15 ദിവസം ആയപ്പോഴത്തേക്കും നമുക്കതിന് മുള വരാൻ തുടങ്ങി. അപ്പം നമ്മൾ മുള വന്ന് ഒരു 2.5 പരുവം ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യത്തെ വളം തടവൊക്കെ എടുത്ത് ആദ്യത്തെ വളം ചേർത്തു. ആദ്യത്തെ വളം ചേർത്തെന്ന് വെച്ചാൽ നമ്മൾ 2 സൈസ് വളമാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ജൈവവളം, ഒന്ന് കോഴിവളം. രണ്ടിനും വളർച്ച ഏകദേശം സെയിമായിരുന്നു, വലിയ വ്യത്യാസമൊന്നും കാണപ്പെട്ടില്ല. അതിനുശേഷം നമ്മൾ പിന്നീട് ഉപയോഗിച്ചതെല്ലാം കോഴിവളമാണ്. ഒരു 3-4 പ്രാവശ്യം നമ്മൾ കോഴിവളം ഉപയോഗിച്ചു. കോഴിവളം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന ഇറച്ചിക്കോഴിയുടെ വളമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മുട്ടക്കോഴിയുടെ വളമാണ്. മുട്ടക്കോഴിയുടെ വളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹോർമോണിൻ്റെയൊക്കെ അംശം കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വളമാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് ഇവിടെ ഇറക്കി നമ്മൾ ഇതിന് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 പ്രാവശ്യത്തോളം നമ്മൾ അങ്ങനത്തെ വളം ചേർത്തു. അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം നമ്മൾ 16 എന്നുള്ള കൂട്ടുവളങ്ങൾ ചേർത്തായിരുന്നു. എത്രയും മാത്രമാണ് നമ്മൾ വളപ്രയോഗം നടത്തിയത്. ധാരാളം വെള്ളം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ഫുള്ള് പൈപ്പ് ലൈൻ ഇട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു തോടുണ്ട്, അതിന് പുറവശത്ത് പുഴയാണ്, നേത്രാവതി പുഴ. അപ്പം വെള്ളത്തിൻ്റെ യാതൊരു ക്ഷാമവുമില്ല. നമ്മൾ സ്പ്രിംഗ്ലർ ഇട്ട് എപ്പോഴും വെള്ളം ഇതിനകത്തൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ജലസേചനമൊക്കെ നടത്തി ഇപ്പം വിളവെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഈ വാഴ നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഈ കൊല വെട്ടുന്ന കാലയളവിൽ പല പ്രശ്നങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് മഴ നേരത്തെ വന്നതുകൊണ്ട് മെയ് 19 മഴ തുടങ്ങി, അത് കണ്ടിന്യൂ ആയിട്ട് മഴയായിരുന്നു. നമുക്ക് ഇവിടെ മറ്റുള്ള ജോലികൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റാത്തതിന് കാരണം ഇവിടുത്തെ മണ്ണ് പശ്ചിമ മണ്ണാണ്. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് തൂമ്പ എടുത്ത് കളയ്ക്കാനൊന്നും പറ്റത്തില്ല. കാരണം മിഷനറി മാത്രമേ അത് ഇവിടെ സാധ്യമാകുള്ളൂ. നമ്മൾ ആദ്യത്തെ ഇതായതുകൊണ്ട് നമുക്കതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ തൂമ്പയ്ക്ക് കളയ്ക്കുമ്പോൾ മണ്ണ് തൂമ്പയിൽ പിടിക്കും, അത് വിട്ടുപോകുകയില്ല. അങ്ങനെയൊക്കെയുള്ള കാരണം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യത്തെ വളം ചേർക്കാനും സാധിച്ചില്ല, കുത്തിമൂടാനും സാധിച്ചിട്ടില്ല. അപ്പം അതിനിടയ്ക്ക് വീണ്ടും നമ്മൾ പുതിയ സ്ഥലമാണ്, നമുക്ക് ഇവിടുത്തെ മണ്ണിനെയോ അല്ല ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പുഴു കയറിയിട്ടുണ്ട്, ഈ വാഴയ്ക്ക് തടിതുറപ്പം പുഴു. അത് നമ്മൾ കുറച്ച് പൊങ്ങി കഴിഞ്ഞ് 1-2 വാഴ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്റ്റേജിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ചെയ്യുകയാണ്, നമ്മൾ ആദ്യത്തെ സമയം തന്നെ 2 ഇല വരുമ്പം തന്നെ ബ്ലൂബേറിയ കലക്കി ഇതിനകത്ത് ഒഴിക്കും. അപ്പോൾ ഈ തടിതുറപ്പം കൂടി ഉണ്ടാകത്തില്ല. അപ്പോൾ അടുത്ത വർഷം ഇത് കൂടുതൽ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി, നമ്മൾ പുതിയ സ്ഥലമായതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം കൊല ഏകദേശം ഒരു 20 കിലോയ്ക്കൊക്കെ മേലെയുണ്ട്. അതുപോലെ നമ്മുടെ വന്ന ആ പണിയെടുത്തതും ആ വന്ന വളർച്ചയ്ക്ക് അനുസരിച്ചാണെങ്കിൽ ഒരു 25 കിലോയ്ക്കൊക്കെ മേലെ വാഴക്കുല കിട്ടേണ്ടതാണ്. അപ്പം ഇപ്പം വിലയും കുറവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം കൊത്താതിരിക്കാൻ പറ്റുമല്ലോ. വാഴ നമ്മൾ ആ സമയത്ത് വെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. വില കുറഞ്ഞാലും കൂടിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന് പേരിൽ നമ്മൾ അത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിന്ന് വിളവെടുക്കാൻ പോവുകയാണ്. ഏകദേശം 20 കിലോയോളം ഉള്ള കൊലകളാണ് നമുക്കിപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. ഇന്നിപ്പോൾ നമുക്കൊരു 10-15ഓളം കൊലകൾ കൊത്താനുണ്ട്. അപ്പോൾ അടുത്ത ഇനി ഓരോ ആഴ്ചയ്ക്ക് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാഴ ഇപ്പം നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ കാണാൻ പോകുന്നത്. വാഴ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും പുറവശത്ത് കൊത്താൻ പാടില്ല. ഈ പുറവശത്ത് കൊത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു വരും. നമ്മൾ മുൻഭാഗത്ത് തന്നെ കൊതയിട്ട് കൊടുക്കണം. കൊല നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെ, അതിൻ്റെ നേരെ അടിഭാഗത്ത് ഇനി കൊടുക്കും. ആ കൊല മെല്ലെ ഇരുന്ന് വരും. ഇപ്പോൾ വള്ളി കെട്ടിയാറാണ് ചെറിയ പ്രോബ്ലം. ഉണ്ടോ, മെല്ലെ വരും. ഉണ്ടോ, ഇങ്ങനെയാണ് കൊല വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം.
ഒറ്റ വെട്ടിന് കൊല മുറിയണം. ഇതാണ് നമ്മളിപ്പോൾ കൊത്താൻ പോവുകയാണ്. ഒറ്റ വെട്ടിന് മുറിഞ്ഞ് താഴെ വീടരുത്. ഇങ്ങനെ വേണം കണ്ടോ. ഇതൊരു 20-22 കിലോ ഭാരം ഇത് ഉണ്ടാവും. നല്ല വെയിറ്റാണ്. ഇപ്പോൾ നമ്മൾ എത്ര കൊല വെട്ടി വിളവെടുത്തു എന്നുള്ളത് നമ്മൾ എല്ലാം കൊത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ സുള്ളിയിലെ വാഴക്കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്കിന്ന് 10 കൊല ഇവിടുന്ന് കിട്ടി. ആദ്യത്തെ വിളവെടുപ്പാണ്. ഇനി നമ്മൾക്ക് ഏകദേശം 300ഓളം വാഴയുണ്ട്. ബാക്കി ഓരോ ഘട്ടത്തിലും നമ്മൾ വിളവെടുപ്പ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ അടുത്ത് നമ്മുടെ നേന്ത്രൻ, ഞാലിപ്പൂവൻ, പൂവൻ, റോബസ്റ്റ, മൈസൂർ പൂവൻ, ചെങ്കതളി എന്നീ ഇനങ്ങളിൽപ്പെട്ട വാഴവിത്തുകൾ നമുക്ക് ലഭ്യമാണ്. വീഡിയോയുടെ താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിന് ബന്ധപ്പെടുക. ആവശ്യക്കാർക്ക് ബൾക്കായിട്ടൊക്കെ വേണ്ടവർക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.